ജിമ്മിൽ പോകുന്നവർ മാത്രമാണോ ഈ പ്രോട്ടീൻ കഴിക്കേണ്ടത്? സോ വെൽക്കം ടു അനദർ സീരീസ് ഓഫ് സ്റ്റാർട്ടിങ് ഫ്രം സ്ക്രാച്ച്. കുറച്ച് പേരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും ജിമ്മിൽ പോകുന്ന ആൾക്കാർ മാത്രം കഴിക്കുന്ന സാധനമാണ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഞാൻ സംസാരിക്കുന്നത് പ്രോട്ടീൻ പൗഡറിനെ കുറിച്ചല്ല, പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രോട്ടീനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ മസിൽസ് എന്താണെന്ന് മനസ്സിലാക്കുക, മസിൽസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള മൂവ്മെൻറ്റ് കൊടുക്കലാണ് ഈ മസിൽസിൻ്റെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് നടക്കുന്നത്, ഓടുന്നത്, നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത്, എന്ത് തന്നെയായാലും ആ മൂവ്മെൻ്റ് എല്ലാം കൊടുക്കുന്നത് മസിൽസിൻ്റെ ആക്ടിവേഷൻ കാരണമാണ്. അപ്പോൾ നിങ്ങളുടെ മസിൽസ് ഗ്രോ ആവാനും അതേപോലെ സ്ട്രോങ് ആയിട്ടിരിക്കാനും ആവശ്യമുള്ളൊരു സാധനമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ബോഡിക്ക് ഈ പ്രോട്ടീൻ ആവശ്യമല്ലേ? ജിമ്മിൽ പോകുന്നവർക്ക് മാത്രമല്ല, എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതായത് ഒരു 70 കിലോഗ്രാം ഉള്ള ആൾക്ക് മിനിമമായിട്ട് വേണ്ടുന്ന സാധനമാണ് 70 ഗ്രാം ഓഫ് പ്രോട്ടീൻ. അത് നിങ്ങളുടെ മസിൽസ് അതേ കണക്ക് സ്ട്രെങ്ത് കീപ്പ് ചെയ്യാനും അതേപോലെ ലൂസ് ആവാതിരിക്കാനും. നിങ്ങൾ കുറച്ച് പേരെങ്കിലും അയച്ചിട്ടുണ്ടാവും, പ്രായം കൂടുന്തോറും എന്തുകൊണ്ടാണ് ഈ മുട്ടുവേനയും കയ്യിലെയും കാലിലെയൊക്കെ മസിൽസ് ഭയങ്കരമായിട്ട് സോഫ്റ്റായിട്ട് സാഗി ആയിട്ട് പോകുന്നതെന്ന്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ കാരണം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ അല്ലെങ്കിൽ ആവശ്യത്തിലുള്ള ന്യൂട്രീഷൻ നിങ്ങളുടെ ബോഡിയിലോട്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലല്ലോ. നിങ്ങളുടെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനും അതേപോലെ റീറ്റെയിൻ ചെയ്യാനും പ്രോട്ടീൻ ആവശ്യമാണ്. അതുകൊണ്ട് ജിമ്മിൽ പോകുന്നവർ മാത്രമല്ല പ്രോട്ടീൻ കഴിക്കേണ്ടത്, എല്ലാവരും ആവശ്യത്തിന് കഴിക്കേണ്ട സാധനമാണ് പ്രോട്ടീൻ. ഇത് തൊട്ട് പ്രോട്ടീൻ കഴിക്കാൻ ശ്രമിക്കുക. മിനിമം കുറച്ച് ചിക്കനും ഫിഷും എഗ്ഗും ഇതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഇൻവോൾവ് ചെയ്യുക. അപ്പോൾ പ്രോട്ടീൻ പൗഡർ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി അടിച്ചു പോകും, പിള്ളേരുണ്ടാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയുള്ളതാണ് അടുത്ത വീഡിയോ. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കെ.